നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വിണ്ണിന്റെ നാഥൻ മണ്ണിൽ പിറന്നതിന്റെ ആഹ്ലാദത്തിൽ തിരുപ്പിറവി ആഘോഷിച്ച് ക്രൈസ്തവ സമൂഹം. മഞ്ഞുവീഴുന്ന ധനുമാസ രാവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടന്നത് ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങൾ. എളിമയുടെയും കരുണയുടെയും സ്നേഹസന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷമാക്കി ലോകജനത. കനിവും കരുതലും മുന്നോട്ടുവെക്കുന്ന തിരുപ്പിറവിയുടെ ആശയം നെഞ്ചേറ്റിയാണ് വിശ്വാസികൾ ആഘോഷങ്ങളിലും ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിലും പങ്കെടുത്തത്. ഡിസംബറിലെ തണുപ്പും കരോളിന്റെ നാദവും പുൽക്കൂടിന്റെ ഭംഗിയും ഒരുമിച്ച് പ്രകാശപൂരിതമായ നക്ഷത്രശോഭയുടെ അകമ്പടിയോടെ മണ്ണിലെ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനമേകാൻ കാലിക്കൂട്ടത്തിന്റെ നടുവിൽ എളിമയുടെ സന്ദേശം പകർന്ന് പിറവിയെടുത്ത മനുജകുമാരന്റെ തിരുപ്പിറവി ആരാധനാലയങ്ങളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. പാതിരാ കുർബാനയിലും മറ്റു തിരുകർമ്മങ്ങളിലും പ്രാർത്ഥനാപൂർവമാണ് വിശ്വാസികൾ പങ്കെടുത്തത്. ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സ്നേഹത്തിന്റെയും എളിമയുടെയും മഹത്തായ മാതൃകയായ തിരുപ്പിറവിയുടെ മുന്നോടിയായി 25 ദിവസം വിശ്വാസികൾ നോമ്പാചരണം നടത്തിയിരുന്നു. പാതിരാ കുർബാനയുടെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾ പൂർത്തിയായതോടെ വ്രതാനുഷ്ഠാനത്തിന് വിരാമമിട്ട് ജനത ഒന്നാകെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. മണിമാളികകളിലല്ല കാലിത്തൊഴുത്തിലാണ് ദൈവം പിറവിയെടുക്കുന്നതെന്ന മഹത്തായ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ഒരുമയുടെയും വിനയത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം കൂടിയാണ്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. തൃത്താല മലമക്കാവ് താലപ്പൊലിക്കുന്നിലെ വീട്ടിൽ മോഷണശ്രമം. കുണ്ടിൽകുളങ്ങര മണികണ്ഠന്റെ വീട്ടിലാണ് രാത്രി 1:30-ഓടെ മോഷണശ്രമം നടന്നത്. മണിയുടെ ഭാര്യയും മക്കളും കിടന്നുറങ്ങുന്ന മുറിയുടെ ജനലിലൂടെ മോഷ്ടാവ് കൈകടത്തിയതോടെ കുട്ടിയുടെ ദേഹത്ത് കൈ തട്ടിയതിനെ തുടർന്ന് കുട്ടി ഉണർന്ന് കരയുകയായിരുന്നു. ഇതോടെ വീട്ടുകാരും ഉണർന്നു. തൃത്താല പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാവിനെ പിടികൂടുവാൻ അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് സിദ്ദിഖ് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. 7ാം ക്ലാസ് വിദ്യാർത്ഥി ബേബി റോഡ് പുഴങ്ങരയില്ലത്ത് ബാദുഷ മകൻ സാബിത്തിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ സാബിത്തിനെ ഇതുവഴി വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ച് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ മതിൽ തകർന്നു. പരിക്കേറ്റ സാബിത്തിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ പഞ്ചവടി ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ നിന്ന് അണലിയെ പിടികൂടി. പഞ്ചവടി കറുപ്പം വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ വാതിലിന് സമീപം കിടക്കുകയായിരുന്ന പാമ്പിനെ കണ്ട് വീട്ടുകാർ ഭയന്ന് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് സ്നേക്ക് റെസ്ക്യൂവർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലെത്തി പാമ്പിനെ പിടികൂടി. സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ വല്ലഭട്ട സംഘത്തിലെ KP കൃഷ്ണദാസ് പണിക്കരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭ നിയുക്ത ചെയർമാൻ AH അക്ബർ, വാർഡ് കൗൺസിലർ P യതീന്ദ്രദാസ് എന്നിവർ ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KS വിഷ്ണു, MB പ്രസന്നൻ, റിയാസ് എന്നിവർ സംസാരിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടത്തി. പൊതുകാലത്തെ വായനയും എഴുത്തും എന്ന വിഷയത്തിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ M ഹരിദാസൻ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ വടക്കുംപാട് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി ജയൻ, വായനശാല സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗംഗാധരൻ മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ രമേശ് പാമ്പും പടിക്കൽ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷപ്പൊലിമയിൽ നാടും നഗരവും. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. വിവിധ സംഘടനകൾ, കൂട്ടായ്മകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പാലയൂർ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡിസംബർ 1-ാം തീയതി ദേവാലയമുറ്റത്ത് KLM പാലയൂർ ഒരുക്കിയ നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഉയർന്നതോടെയാണ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്നുള്ള ദിനങ്ങളിൽ സാൻതോം കൊയറിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മകൾക്കായുള്ള ജിംഗിൾ ബെൽസ് ഹെവൻലി ഹാർമണി
2025 കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. 21-ന് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ചാവക്കാട് നഗരത്തിലേക്ക് ബോൺ നതാലെ കരോൾ പ്രയാണം സംഘടിപ്പിച്ചു. 24 ബുധനാഴ്ച രാത്രി 9:30-ന് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനത്തോടെ ക്രിസ്മസ് ഈവ് ആരംഭിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക നടത്തുകൈക്കാരൻ സേവിയർ വാഗയിൽ, ജസ്റ്റിൻ ബാബു, ഷാജു ചെറുവത്തൂർ, എൽസ ജോസ്, ഷോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. KLM പാലയൂരിന്റെ നേതൃത്വത്തിൽ 100 ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. യൂത്ത് CLC പാലയൂരിന്റെ നേതൃത്വത്തിൽ നാനോ പുൽക്കൂട് മത്സരവും, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും, KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങളിൽ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ട്രീയും സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീയും പാലൂർ ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ചൈൽഡ്, ലക്കി മദർ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിലൊരുക്കിയ പുൽക്കൂടും കാണികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് 11:30-ന് ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നിവർ സഹകാർമ്മികരുമായി. തുടർന്ന് നോമ്പുവീടൽ സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വലൂർ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറിമാരായ ജോയ് ചിറമേൽ, പിയൂസ് ചിറ്റ്ലപ്പിള്ളി, PRO ജെഫിൻ ജോണി, കേന്ദ്ര സമിതി കൺവീനർ ഫിലിപ്പ് CT, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മതസൗഹാർദ്ദ സന്ദേശത്തിന്റെയും മാനവികത വിളിച്ചോതിക്കൊണ്ട് പെരുമ്പിലാവ് പുത്തൻകുളം ടീച്ചർ നഗറിൽ മംഗലത്ത് ടോംസ് M. കുര്യന്റെ വീട്ടിലെത്തിയ ക്രിസ്മസ് കരോളിന് വിവിധ മതസ്ഥരായ പരിസരവാസികൾ ചേർന്ന് സ്വീകരണമൊരുക്കി. കുന്നംകുളത്തെ മാർ ജോസഫ് കാൽഡിയൻ ചർച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു കരോൾ ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ റിനോജ് ഡേവിസ് M. ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ഗായക സംഘങ്ങൾ ഒരുക്കിയ വാദ്യമേളങ്ങളുടെ മേളവിസ്മയവും കരോൾ ഗാനങ്ങളും നാട്ടുകാർക്ക് കൗതുകമായി. ചുമലിൽ സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി സാന്താക്ലോസും സംഘത്തെ അനുഗമിച്ചിരുന്നു. കരോൾ സംഘത്തെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളായ MK ഷഹരിയാർ, അമൽ നീരദ് എന്നിവർ ചേർന്ന് വീടുകളിലും വഴിയോരങ്ങളിലും നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കിയിരുന്നു. സന്ദർശനം നടത്തിയ ടോംസിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളായ സാലി ടീച്ചറും ഹാഷ്ലിയും ആഷിഫും കരോൾ സംഘത്തിനും നാട്ടുകാർക്കും ഉൾപ്പെടെ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സഹവികാരി ഡീക്കൻ ഡോൺ സോളമൻ, കൈക്കാരൻ ജോൺ തോമസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജോൺ തോമസ്, ബാബു ആലപ്പാടൻ, ക്രിസ്മസ് കരോൾ കൺവീനർ വിപിൻ ഫ്രാൻസിസ്, വുമൺസ് അസോസിയേഷൻ സെക്രട്ടറി മെസ്മി മനോജ്, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ജിസ മനോജ് തുടങ്ങിയവരും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും സഭാവിശ്വാസികളും കരോളിൽ പങ്കെടുത്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച നടന്ന സന്ധ്യാനമസ്കാരത്തോടെയാണ് ശുശ്രൂഷകൾക്ക് തുടക്കമായത്. ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ 2:30-ന് രാത്രി നമസ്കാരവും തുടർന്ന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. ക്രിസ്മസ് ശുശ്രൂഷകളിലെ പ്രധാന ചടങ്ങായ തീജ്വാല ശുശ്രൂഷയും സ്ലീബ ആഘോഷവും വിശ്വാസികൾക്ക് ആത്മീയ അനുഭൂതിയായി. തുടർന്ന് നടന്ന പ്രഭാത നമസ്കാരത്തിനും ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ K. ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശീർവാദത്തിന് ശേഷം വിശ്വാസികൾക്കായി നോമ്പ് വീടലിൻ്റെ പ്രഭാതഭക്ഷണവും വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് വികാരിമാർക്കൊപ്പം ട്രസ്റ്റി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ബുധനാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി. സൂത്താറ പ്രാർത്ഥന, പാതിരാ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം തീജ്വാല ശുശ്രൂഷ ആരംഭിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ പകർന്നു. തീജ്വാലയിലേക്ക് സുഗന്ധദ്രവ്യമായ കുന്തിരിക്കം ആദ്യം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, തുടർന്ന് മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും സമർപ്പിച്ച് തീജ്വാലയെ വലയം ചെയ്തു. തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻ വെള്ളി കുരിശുകളേന്തി കത്തിച്ച മെഴുകുതിരികളുമായി 100 കണക്കിന് വിശ്വാസികളും വൈദികനും മദ്ബഹ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹായിലെ 4 ദിക്കുകളിലേക്കും പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന, കൈമുത്ത് എന്നിവ നടന്നു. വികാരി ക്രിസ്മസ് ആശംസകൾ നേർന്നു. സ്നേഹവിരുന്നും ഉണ്ടായി. നുഹ്റുദിയൽദോ ക്രിസ്മസ് ആഘോഷം കൂപ്പൺ വിജയികൾക്ക് വികാരി സമ്മാനങ്ങൾ നൽകി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി.
ചാലിശ്ശേരി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് കരോൾ ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീട്ടിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പമാർ മധുരവിതരണവും നടത്തി. ചൊവ്വാഴ്ച രാത്രി നടന്ന കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് പി.കെ. ജിജു ഉദ്ഘാടനം ചെയ്തു. മധുരവിതരണവും സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് പി.കെ. ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി പി.കെ. ഷാമു, ട്രഷറർ എ.ഐ. ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ തിരുപ്പിറവി ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപറ്റിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് പുൽക്കൂട് ശ്രദ്ധയാകർഷിച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ K.A. ബേബി, M.K. ജോഷി, K.A. രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് നവജാതനായ ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തോടെ പുൽക്കോടിൽ സ്ഥാപിച്ച് ആശീർവദിച്ചു. കൈക്കാരന്മാരായ ജോഷി തേർമഠം, അനുജിത് ചിറ്റിലപ്പള്ളി, ജോർജ് വാഴപ്പള്ളി, റിൻഡോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ ആചരിച്ചു. പാതിരാ കുർബാനയിലും പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും കരോൾ ഗാനാലാപന മത്സരവും ഉണ്ടായി. കുട്ടികളുടെ നേതൃത്വത്തിൽ ബോൺ നദാലെ, ഫ്ലാഷ് മോബും സ്നേഹവിരുന്നും ഉണ്ടായി. 25 അടി ഉയരത്തിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും 12 അടി ഉയരത്തിലുണ്ടാക്കിയ നക്ഷത്രവും ആകർഷകമായി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ക്ലേലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ജിൻസി സോജൻ, ജിഷോ എസ് പുത്തൂർ, ജോർജ് ലോറൻസ്, ഫെലിക്സ് റൊസാരിയോ, അക്കിൻസൺ ലാൻസൺ, ഹന്ന സ്റ്റീഫൻ, ഹനിക മിൽട്ടൺ, സ്റ്റാൻലി ആളൂർ, ബിന്നറ്റ് മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഫ്ലാഷ് മോബിൽ പങ്കെടുത്തത്. പൂവത്തൂർ ബസ് സ്റ്റാൻഡ്, പാവർട്ടി സെന്റർ, കാക്കശ്ശേരി പള്ളി തുടങ്ങി 7ഓളം വേദികളിൽ അവതരിപ്പിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും 2026 ജനുവരി 2, 3 തീയതികളിൽ ആഘോഷിക്കും. വികാരി ഫാദർ ജോസഫ് ജോസ് പെരുന്നാളിനെ കൊടിയേറ്റി. വെള്ളിയാഴ്ച 7-ന് സന്ധ്യാനമസ്കാരം, 8-ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേരും. 9 മണിക്ക് ആശീർവാദം നടക്കും. വ്യാഴാഴ്ച 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30-ന് സ്നേഹവിരുന്ന്, വൈകിട്ട് 5:30-ന് സമാപന പ്രദക്ഷിണം, തുടർന്ന് പൊതുസദ്യ എന്നിവയുണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P. സിഞ്ചു സജിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേവാലയത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ വികാരിയും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ക്രിസ്മസ് സന്ദേശം നൽകി. ജനന പെരുന്നാളിന്റെ തീജ്വാല ശുശ്രൂഷയും ഉണ്ടായിരുന്നു. 168ാമത് എടക്കഴിയൂർ ചന്ദനക്കുടം കൊടികുത്ത് നേർച്ചയോടനുബന്ധിച്ച് വടക്കുഭാഗം കമ്മിറ്റിയുടെ ബുക്ക്ലെറ്റ് പ്രകാശനം നടന്നു. ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ബാസിത്തിൽ നിന്ന് തെക്കുഭാഗം പ്രസിഡന്റ് ഫഹദ് തങ്ങൾ ഏറ്റുവാങ്ങി പ്രകാശനം നടത്തി. കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ് കല്ലൂരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സാബിർ അഹ്സനി കാമിൽ സഖാഫി നിർവഹിച്ചു. നേർച്ച കമ്മിറ്റി സെക്രട്ടറി ഷാക്കിർ അയ്യത്തയിൽ, യഹ്യ തങ്ങൾ, ബഷീർ തങ്ങൾ, ഹസീബ് തങ്ങൾ, ഇസ്മയിൽ അയ്യത്തയിൽ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പൊന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M. കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച കുഞ്ഞു മുഹമ്മദ് പിന്നീട് 30 വർഷക്കാലം പ്രവാസിയായിരുന്നു. KMCC അബുദാബി തൃശൂർ ജില്ലാ പ്രസിഡന്റ്, അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ മാനേജിംഗ് കമ്മിറ്റി, സാഹിത്യ വിഭാഗം സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചു. അസുഖബാധിതനായി നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും മതസാമൂഹിക രംഗത്ത് സജീവമായിരുന്നു.
എടക്കഴിയൂർ ജുമാഅത്ത് മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ, അൻസാറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. സമീഹ ഭാര്യയാണ്. ഫഹദ്, ഫുവാദ്, ഫാത്തി എന്നിവർ മക്കളാണ്. ഖബറടക്കം എടക്കഴിയൂർ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. CCC ഗുരുവായൂരിന്റെ 887ാമത് പരിപാടി ഓച്ചിറ ധ്വനി അവതരിപ്പിക്കുന്ന ആകാശം നാടകത്തിന്റെ അവതരണം ഞായറാഴ്ച വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ചരമം. ചെമ്മണ്ണൂർ പരേതനായ കൊഴുപ്പാമഠത്തിൽ ചന്ദ്രൻ ഭാര്യ മതിലാസ ടീച്ചർ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ്. ദീപക്, അഖിൽ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയ്നൂർ പരേതനായ ചീരൻ ചാക്കുണ്ണി മകൻ ജോസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. ജമീല ഭാര്യയും ലിജോയ്, റിജോയ് എന്നിവർ മക്കളുമാണ്. മുൻകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും കർഷക തൊഴിലാളിയുമായ പെലക്കാട്ടുപയ്യൂർ കണ്ണഞ്ചേരി കുട്ടാപ്പു മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തും. പരേതയായ അമ്മിണിയാണ് ഭാര്യ. ഉണ്ണികൃഷ്ണൻ, ജയൻ, സുമതി, സതി എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയമ്പാൽ ചീരംകുളം റോഡിൽ കിഴക്കേപുരയ്ക്കൽ നാരായണൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തും. ശാന്ത ഭാര്യയും ലത, മനോജ്, ലിജി എന്നിവർ മക്കളുമാണ്. തയ്യൂർ മാരാത്ത് കുഞ്ഞുലക്ഷ്മിയമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, അനിൽ, സുരേഷ് കുമാർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.